നമസ്കാരം. നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്ര ഓരോ പ്രവാസിയും സംബന്ധിച്ചും ഇപ്പോൾ ആഹ്ലാദത്തിനപ്പുറം ആശങ്കയുടേത് കൂടിയാണ്. സീസൺ അനുസരിച്ച് എത്രയൊക്കെ തുക വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കിൽ ഇരട്ടിപ്പിക്കുമെന്നതിൽ യാതൊരു ഊഹവുമില്ല. പ്രവാസ ലോകത്തെ അവധിക്കാലം തീരുന്നത് ലക്ഷ്യമാക്കി ഓഗസ്റ്റ് 15-ന് ശേഷം ടിക്കറ്റ് നിരക്കിൽ 3 മുതൽ 5 ഇരട്ടി വരെ വർധനയാണ് വരുത്തിയത്. സാധാരണ 12,000 രൂപ മുതൽ 15,000 രൂപയ്ക്ക് ലഭ്യമാകുന്ന ടിക്കറ്റുകൾക്ക് ഒറ്റയടിക്ക് 50,000 രൂപയ്ക്ക് മുകളിലായി. എല്ലാ വർഷത്തെയും പോലെ പ്രവാസികളെ പരമാവധി പിഴിയുകയാണ് വിമാന കമ്പനികൾ. 25-ന് ശേഷം കണ്ണൂരിൽ നിന്ന് ദോഹയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന് 35,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് നൽകേണ്ടത്. 15,000 രൂപ വരെയാണ് സാധാരണ ടിക്കറ്റ് നിരക്ക്. ഇൻഡിഗോയ്ക്ക് ദോഹയിലേക്ക് 32,000 രൂപയാണ് 25-ാം തീയതിയിലെ നിരക്ക്. എയർ ഇന്ത്യ എക്സ്പ്രസിന് ബഹ്റൈനിലേക്ക് ഓഗസ്റ്റ് 27-ന് 54,145 രൂപയാണ് നിരക്ക്. 15,000 മുതൽ 17,000 രൂപ വരെയാണ് ബഹ്റൈനിലേക്ക് സാധാരണ നൽകേണ്ടി വരാറുള്ളത്. 25,000 മുതൽ 28,000 രൂപ വരെ ടിക്കറ്റ് നിരക്ക് വരാറുള്ള ജിദ്ദയിലേക്ക് 28-ന്റെ ടിക്കറ്റിന് 48,000 രൂപ നൽകണം. റിയാദിലേക്ക് 25-നുള്ള ടിക്കറ്റ് നിരക്ക് 38,846 രൂപയാണ്. സാധാരണ 16,000 രൂപ വരെയാണ് റിയാദിലേക്കുള്ള ടിക്കറ്റിന് ഈടാക്കാറുള്ളത്. ഓണം സീസണാണ് വരാനിരിക്കുന്നത് എന്നതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് നിരക്കിൽ കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല. പെട്ടെന്നുള്ള യാത്രയ്ക്ക് തൊട്ടടുത്തുള്ള ദിവസത്തെ ടിക്കറ്റ് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടാൽ 5 ഇരട്ടി വരെയാണ് തുക അധികം നൽകേണ്ടി വരുന്നത്. ആവശ്യം കൂടുന്നതിനനുസരിച്ച് ടിക്കറ്റിൻ്റെ വില കൂടുന്ന ഡൈനാമിക് പ്രൈസിംഗ് രീതിയാണ് നിലവിൽ നടപ്പാക്കി വരുന്നത്. അതിനാൽ തന്നെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നത് മാത്രമാണ് പരിഹാരമായി നിർദ്ദേശിക്കുന്നത്. പക്ഷേ മാസങ്ങൾക്ക് മുൻപ് ബുക്ക് ചെയ്താലും ഇരട്ടിയിലേറെ തുക നൽകേണ്ടി വരുന്നതായി യാത്രക്കാർ പറയുന്നു. കണ്ണൂരിൽ സർവീസുകളുടെ എണ്ണം കുറവായതും നിരക്ക് ഉയർന്നു നിൽക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അബുദാബി, ദോഹ സെക്ടറുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റിടങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന് മാത്രമാണ് കണ്ണൂരിൽ നിന്നും സർവീസ് ഉള്ളത്. ഇതിൽ ബഹ്റൈൻ, ജിദ്ദ, കുവൈറ്റ്, റിയാദ്, ദമാം, റാസൽ ഖൈമ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് സർവീസ്. പ്രവാസി യാത്രക്കാരോടുള്ള വിമാന കമ്പനികളുടെ ചൂഷണത്തെക്കുറിച്ച് പലതവണ സംസ്ഥാന സർക്കാരും ഇവിടുത്തെ എംപിമാരും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനുള്ള കമ്പനികളുടെ അധികാരത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് പതിവ് മറുപടി.